അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പർ 15/12/2025 ഗസറ്റഡിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് കേട്ടോ. കാറ്റഗറി നമ്പറിലേക്ക് നമുക്ക് കിടക്കാം. 15/12/2025 ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 14/1/2026 വരെ, ജാനുവരി 14 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. 2026 ജാൻ 14 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ മാക്സിമം ഇക്കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്, യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. അപേക്ഷിക്കേണ്ട മെത്തേഡ് കൂടി പറഞ്ഞുതരാം. ഇവിടെ ഒരു കാറ്റഗറി നമ്പർ കാണാൻ സാധിക്കും. കാറ്റഗറി നമ്പർ 564/2025. ഈ ഒരു കാറ്റഗറി നമ്പർ ഓർത്തിരുന്നേക്കുക. അതിനുശേഷം നിങ്ങൾ കേരള PSCൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ PSCൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ സെക്ഷനിലൂടെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കാറ്റഗറി നമ്പർ മെയിനാണ്, ഓർത്തിരുന്നേക്കുക. കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിയിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. 27,900 മുതൽ 63,700 വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ്. വേക്കൻസി വേണ്ടത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, അതുപോലെ തന്നെ കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയിട്ടുള്ള ജില്ലകളിൽ ഇതിന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയാണ് കൃത്യമായിട്ടുള്ള വേക്കൻസി കൗണ്ടെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. ഈ ജില്ലകളിലെല്ലാവിടെയും 14 ജില്ലകളിലും നമുക്ക് വേക്കൻസി ഉണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഓരോ ജില്ലക്കാർക്കും അപേക്ഷിക്കാൻ സാധിക്കും. മൊത്തം ജില്ലയിലും വേക്കൻസി വന്നിട്ടുണ്ട്. കേരളത്തിലുള്ളവർക്ക് അപേക്ഷിക്കാം. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. സ്റ്റേറ്റ് വൈസ് ആയിട്ട്, ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് കേട്ടോ, സ്റ്റേറ്റ് അല്ല. ഓരോ ജില്ലാ അടിസ്ഥാനത്തിലാണ് വേക്കൻസി വന്നത്. ഏകദേശം 19 വയസ്സ് മുതൽ, ഇവിടെ കാണാൻ സാധിക്കും 19 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 2/1/1994 1/1/2006 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. SC STക്ക് 5 വർഷത്തെയും അതുപോലെ OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെയും പ്രായത്തിലിളവ് നൽകപ്പെടുന്നതാണ് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. OBC അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്, അപ്പോൾ അവർക്ക് 3 വർഷത്തെ റിലാക്സേഷൻ നൽകപ്പെടുന്നുണ്ട് ഏജിലെന്ന് ശ്രദ്ധിക്കുക. അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത മിനിമം നിങ്ങൾക്ക് +2 മതി. +2 മാത്രം മതി കേട്ടോ. +2 അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള മറ്റെന്ത് യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ യോഗ്യതയുണ്ട്, അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഹൈറ്റ് ഇവിടെ കാണാൻ സാധിക്കും. 165 സെൻറ്റിമീറ്റർ ഉയരം വേണം. 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. ഇനി SC ST കുട്ടികൾ അപേക്ഷിക്കുമ്പോൾ, ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ അപേക്ഷിക്കുമ്പോൾ 160 സെൻറ്റിമീറ്റർ ഉയരം മതി. 76 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നും കൂടി പ്രത്യേകം ഓർത്തിരുന്നേക്കുക. പിന്നെ ഇതിന് ഫിസിക്കൽ ടെസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഇൻഡ്യൂറൻസ് ടെസ്റ്റ് കാണാൻ സാധിക്കും. 2.5 കിലോമീറ്റർ ഓട്ടം 13 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ PSCൻ്റെ 8 ഐറ്റം വരുന്ന ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. അതിൽ 5 എണ്ണമെങ്കിലും നിങ്ങൾ ക്വാളിഫൈ ചെയ്യണമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഓരോന്നും ഞാൻ പറയാം. ടൈം, ഡിസ്റ്റൻസ്, കൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെയുള്ള പട്ടികയിൽ നോക്കി മനസ്സിലാക്കാം. 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദി ഷോട്ട്, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ, റോപ്പ് ക്ലൈമ്പിങ്, അതുപോലെ തന്നെ പുള്ളപ്പ് ഓർ ചെന്നിങ് 1500 മീറ്റർ ഓട്ടം. ഇത് മൊത്തം 8 എണ്ണം ഉണ്ട്. ഇതിൽ ഏതെങ്കിലും 5 എണ്ണം, ഞാൻ ഈ മാർക്ക് ചെയ്യുന്നത് തന്നെ ആവണമെന്നില്ല. ചിലവർ 100 മീറ്റർ റേസ് പൊട്ടിയിട്ടുണ്ടാകാം, ബാക്കി എല്ലാത്തിലും പാസ്സായിട്ടുണ്ടാവാം. അല്ല 100 മീറ്റർ റേസിൽ പാസ്സാവും, 5ാമത്തെ ഐറ്റമായിട്ടുള്ള ത്രോയിങ് ദി ക്രിക്കറ്റ് ബോളിൽ ഫെയിലാവും, അടുത്ത റോപ്പ് ക്ലൈമ്പിങ്ങിൽ പാസ്സാവും. എങ്ങനെയായാലും 5 എണ്ണം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കംപ്ലീറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഫിസിക്കൽ പാസ്സാവുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. 14/1/2026 വരെ അപേക്ഷിക്കാം. ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കൃത്യമായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി ഫോളോ ചെയ്താൽ മാത്രം മതി.